ഹേയ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മൈസൂർ പോയി വന്നപ്പം കൊണ്ടുവന്ന കുറച്ച് വെജിറ്റബിൾസ് ആട്ടോ. ഇത് ഒരു സ്പെഷ്യൽ ടൈപ്പ് കുക്കുംബറാണ്. ഭയങ്കര ലൈറ്റ് കളറാണ്. ഇത് നമ്മുടെ സാധാ കുക്കുംബർ. അപ്പം രണ്ടിനും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. പിന്നെ ഇതൊരു സ്പെഷ്യൽ വെജിറ്റബിൾ, ഞാനിതുവരെ ഇത് കണ്ടിട്ടില്ല. അപ്പം ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. സാമ്പാറിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ അതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ നല്ല ഫ്രഷ് തക്കാളി കണ്ടപ്പോൾ കുറച്ച് വാങ്ങിച്ചു. അതുപോലെ ഇത് നമ്മളുടെ കടലയാണ്. അത് ജസ്റ്റ് ഉപ്പിട്ട വെള്ളത്തിൽ വേവിച്ചിട്ട് ഇങ്ങനെ പൊളിച്ച് തിന്നാനായിട്ട് ഭയങ്കര രസമാട്ടോ. ഇത് നമ്മളെ മേത്തി പാപ്പടാണ്. ഇത് യൂഷ്വലി നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കരമായിട്ട് അവർ കഴിക്കുന്നൊരു സാധനമാണ്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പലതരം ഇലകളുണ്ടായിരുന്നു. ഡിൽ ലീവ്സ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ സാദാ ചീര, അതിൻ്റെ ഒരു 2 കെട്ട്. പിന്നെ പാലക് ചീര, അതിൻ്റെയും ഒരു 2 കെട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്പ്രിങ് ഓണിയൻ, 1 കെട്ട് സ്പ്രിങ് ഓണിയൻ വാങ്ങിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഉലുവൻ്റെ ഇലയാണോ അതോ കടുകിൻ്റെ ഇലയാണെന്ന് അറിയില്ല, എന്തായാലും അതും 1 കെട്ട് വാങ്ങിച്ചു. അതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഓംലെറ്റിലൊക്കെ ഇട്ടിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇലകൾ വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പി ഉണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെ വാങ്ങിച്ചത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ എക്സിബിഷനിൽ പോയില്ലേ, അവിടുന്ന് കുറേ സാധനങ്ങൾ കണ്ടു. പക്ഷെ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ല. ഇങ്ങനത്തെ ഒരു കപ്പിലി കളറ് നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഫേവറേറ്റ് ആട്ടോ, ഈ ഒരു കളർ. അപ്പം ഈ ഒരു കളറിൽ നല്ല കപ്പ് വേണ്ടപ്പം അത് 2 വാങ്ങിച്ചു. പിന്നെ ഒരു വലിയൊരു സൂപ്പ് കപ്പില്ലേ, ആ ഒരു സൈസിൽ കണ്ടപ്പോൾ അത് 1 വാങ്ങിച്ചു. ഇത് യൂഷ്വലി നമ്മൾ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ബട്ട് ഇത് അത്ര എക്സ്പെൻസീവ് അല്ല. പിന്നെ ഇത് ഒരു നെക്ക് പില്ലോ. എനിക്കല്ല, ഇത് അമ്രക്കാണ്. നമ്മൾ എല്ലാവരും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും അടുത്തുണ്ട് ഓരോ നെക്ക് പില്ലോ. എൻ്റെ അടുത്തുണ്ട്, അജൻ്റെ അടുത്തുണ്ട്, അജുവിൻ്റെ അടുത്തുണ്ട്. അമ്രക്ക് മാത്രമാണ് നെക്ക് പില്ലോ ഇല്ലാത്തത്. അപ്പം പോയി വന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ട, അപ്പം എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ളതായിക്കോട്ടെ വെച്ചിട്ട് അവർക്കൊരു നെക്ക് പില്ലോ. പിന്നെ ഇതൊക്കെ എക്സ്പോൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചാട്ടോ. പിന്നെന്താ, ഇതുപോലത്തെ നമ്മൾ ഈ ഫ്രൈ ചെയ്യുന്ന സാധനമല്ലേ, ഈ അരി കൊണ്ട് ഉണ്ടാക്കണേ. ഇതവർ ഓയിൽ സ്പ്രേ ചെയ്താൽ നമുക്ക് എയർ ഫ്രയറിൽ വെക്കാൻ പറഞ്ഞു കേട്ടോ. കാരണം ഇതിങ്ങനെ കുറേ എണ്ണയിലിട്ട് പൊരിക്കണമെന്ന് എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പം അങ്ങനെ എണ്ണയിലിട്ട് പൊരിക്കണ്ട, പിന്നെ എയർ ഫ്രയർ യൂസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇവിടെ ഇവരെല്ലാ സാധനങ്ങളും ഇങ്ങനത്തെ പാക്കിങ്ങിലാട്ടോ വരുന്നത്. ഈ ഒരു ടൈപ്പ് പാക്കിങ്ങിൽ, അതായത് ന്യൂസ് പേപ്പറിലാണ് ഇവരെല്ലാം തരുന്നത്. പ്ലാസ്റ്റിക് കവേഴ്സ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നൈറ്റ് ഡ്രസ്സ് വാങ്ങിച്ചാണ്. ഞാൻ കുറേയായി ഇങ്ങനത്തെ, ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് മാംഗ്ലൂരിൽ നിന്നൊക്കെ ആട്ടോ ഇങ്ങനത്തെ നൈറ്റ് ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷം എനിക്ക് ഇങ്ങനത്തെ ആക്ച്വലി കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ കണ്ടിട്ടുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു മാക്സിലാണ്. പക്ഷെ മാക്സിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നൈറ്റ് ഡ്രസ്സ് വാങ്ങി. നല്ല സുഖമാണ്, ബനിയൻ്റെ. എനിക്ക് മാത്രമല്ല, എനിക്കും അജുവിനും കൂടെ വേണ്ടിയിട്ടാണ്. നമ്മൾ വാങ്ങിയത് നമ്മളിവിടെ കാണാത്ത സാധനങ്ങളായിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. ഇത് ടവലാണ്, ബാത്ത് ടവലാണ്. പക്ഷേ നല്ല നല്ല സൈസും ഉണ്ട്, അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, നല്ല കോട്ടനാണ്. നല്ല സൈസുള്ള ബാത്ത് ടവൽ. അപ്പോൾ ഇനി
ഇതൊക്കെ ഇത് 2-3 ബാത്ത് ടവൽസ് വാങ്ങിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ വാങ്ങിച്ചത് ഈ റഗ്ഗാണ്. ഇത് ശരിക്കും റഗ്ഗാണ്, നല്ല കോട്ടൻ്റെ വലിയ റഗ്ഗാണ്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഔട്ട്ഡോഴ്സിലൊക്കെ പോകുമ്പോൾ താഴെ വിരിക്കാനും അല്ലെങ്കിൽ കുറേ ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് നിസ്കരിക്കാൻ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പടമൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് നോമ്പിനൊക്കെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് നിസ്കരിക്കാനൊക്കെ ഇതൊരൊറ്റ ഒന്ന് വിരിച്ചാൽ മതി. നല്ല വലിപ്പമുള്ള റഗ്ഗാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളൊരു റഗ്ഗാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇലകളൊക്കെ പെട്ടെന്ന് വാടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഒരു പാലക് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിലേക്ക് 2 ഏലക്കായും ഒരു ഗ്രാമ്പൂ ഇട്ടിട്ടോ. ഇത് ഫുള്ള് ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് നല്ല കാഷ്യൂ മുഴുവനോടൊക്കെ അതിൽ നല്ലോണം റോസ്റ്റ് ചെയ്ത് ഒരു ബ്രൗൺ കളർ ആവണ വരെ റോസ്റ്റ് ചെയ്തിട്ട് അത് വറുത്ത് മാറ്റി. എനിക്ക് ഈ വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ അത് കേട് വരാണ്ട് അത് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണല്ലോ. അപ്പോൾ കാഷ്യൂ വറുത്ത് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു വെല്ലുള്ളിയാണ് ഇട്ടിട്ടുള്ളത്. വെല്ലുള്ളി നല്ല ഗോൾഡൻ കളർ ആവണ വരെ നല്ലോണം ആ നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഉള്ളി റോസ്റ്റ് ആവുന്ന സമയം കൊണ്ട് ഞാൻ ഈ പാലക്കിൻ്റെ ലീവ്സ് നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പാലക്കിൻ്റെ ലീവ്സും ചെറിയൊരു കഷ്ണം ഇഞ്ചും ഒരു 3-4 അല്ലി വെളുത്തുള്ളി 2 പച്ചമുളക് കുറച്ച് ചെറിയ ജീരകം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് അത് നല്ലോണം ഇതുപോലെ അരച്ചെടുത്തു കേട്ടോ. ഇഞ്ചും വെളുത്തുള്ളി ഒന്നും കൂടി പോകരുത് കേട്ടോ. ചെറിയൊരു പീസ് ഇഞ്ചും ഒരു 3-4 അല്ലി വെളുത്തുള്ളി മതി. പിന്നെ അതുപോലെ പച്ചമുളക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടിടാം. ഞാൻ 2 എണ്ണമാണ് ഇട്ടിട്ടുള്ളത്. എരിവ് ഇഷ്ടമുള്ളവർക്ക് അത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ ഒരു ഉള്ളി നല്ലോണം റോസ്റ്റ് ആയതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. അത്യാവശ്യത്തിനുള്ള എരിവ് നമ്മൾ അരപ്പ് തന്നെ ഉണ്ട്. അതുകൂടാണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നല്ലോണം ഒന്ന് ആ ഒരു മസാലേൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ പോയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാലക്കിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ പാലക്കിൻ്റെ അരപ്പ് ഒഴിച്ചതിന് ശേഷം അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം അങ്ങനെ വെക്കണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ അതിലുള്ള കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുള്ളൂ. എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമ്മളത് ആ ഒരു പാനിൽ ചെറിയ തീയിൽ വയ്ക്കണം. പിന്നെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ആ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയൊക്കെ ആ ഒരു റോ ടേസ്റ്റ് മാറിക്കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ബസ്മതി റൈസ് നല്ലോണം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ബോയിൽ ചെയ്ത് അത് ഊറ്റിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ബസ്മതി ആഡ് ചെയ്തിട്ട് ഇളക്കുമ്പോൾ മെല്ലെ ഇളക്കുക, സാവധാനം മിക്സ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ചിലപ്പം ചോറ് പൊട്ടിപ്പോവും. നല്ല ലെങ്ത്തുള്ള ബസ്മതി റൈസാണ്. മാത്രമല്ല ഇത് മിക്സായി വന്നപ്പം നല്ല കളറായിരുന്നു. പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കൂടെ ഒരു 5-10 മിനിറ്റ് മൂടി വെക്കാണ്ട് ചെറിയ തീയിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പോയിട്ട് അതൊരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആയി വരും കേട്ടോ. അപ്പോൾ നമ്മളുടെ അടിപൊളി പാലക് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ ഒക്കെ അതിൻ്റെ മുകളിൽ ഇട്ടപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും റൈസ് ഉണ്ടാക്കി, ഇനി എന്തായാലും ഇതിന് വേറെ കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അപ്പം നല്ലൊരു സാലഡ് കൂടെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
എന്തായാലും കുറേ വെജിറ്റബിൾസ് നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഒരു കുക്കുംബർ എടുത്തിട്ട് നല്ലോണം ഗ്രേറ്റ് ചെയ്തു കേട്ടോ, ഗ്രേറ്ററിലിട്ടിട്ട്. എന്നിട്ട് കുറച്ച് നേരം ഇത്തിരി ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചപ്പം അതിലുള്ള വെള്ളം ഫുള്ള് ഊറി വരാൻ തുടങ്ങി, അതായത് കുക്കുംബറിൻ്റെ വെള്ളം. അങ്ങനെ ആ കുക്കുംബറിലെ വെള്ളം ഫുള്ള് ഞാൻ പിഴിഞ്ഞ് കളഞ്ഞിട്ട് കുക്കുംബർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഡില്ലീവ്സ് ആയിരുന്നു. ഇതും ഇതുപോലെ ഭയങ്കര ഫ്രഷായിട്ട് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചാണ്. ഭയങ്കര ടേസ്റ്റാട്ടോ. നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് ചെയ്യുമ്പോഴും പിന്നെ അതുപോലെ ഇങ്ങനെ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഡില്ലീവ്സ് ആഡ് ചെയ്താൽ. അപ്പോൾ ഞാൻ കുറച്ച് കട്ട തൈര് എടുത്തു ഫ്രിഡ്ജിൽ നിന്ന്. ഏകദേശം ഐസ് പോലെ ആയിട്ടുണ്ടായിരുന്നു തൈര്. അങ്ങനെ അതെടുത്ത് ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് അതൊരു ക്രീമി ടെക്സ്ചറിലേക്ക് ഞാൻ മാറ്റി. നല്ല തൈരാട്ടോ, കട്ട തൈരാണ്. ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബർ, അതിലത്തെ വെള്ളം ഫുള്ള് ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കുക്കുംബർ ഗ്രേറ്റ് ചെയ്തത് ഈ ഒരു തൈരിലേക്ക് ഞാൻ ആഡ് ചെയ്തു. അത് കൂടാണ്ട് ഒരു ഹാഫ് കഷ്ണം ഉള്ളി, ഒരു അരക്കഷ്ണം ഉള്ളിയും ചെറിയൊരു പീസ് പച്ചമുളകും കൂടെ ഞാൻ ചോപ്പറിലിട്ടിട്ട് നല്ലോണം ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ ഒരു കുക്കുംബറിൻ്റെ ഈ ഒരു സാലഡിലേക്ക് ഞാൻ ഈ ഒരു മിക്സും കൂടെ ആഡ് ചെയ്തു. കുക്കുംബറും അതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഉള്ളിയും പച്ചമുളകും. അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ടേസ്റ്റിന് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടതിന് ശേഷം ഞാൻ നല്ലോണം മിക്സ് ചെയ്തു. ശരിക്കും ഈ സാലഡ് നമുക്ക് വെറുതെ കഴിക്കാം, നമുക്ക് ചോറിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ കഴിക്കാം. പിന്നെ എരിവ് നമുക്കിഷ്ടമുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ച് ഡില്ലീവ്സും കൂടെ ഉണ്ടായപ്പോൾ അതും ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ നമ്മളുടെ ആ ഒരു സാലഡിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഡില്ലീവ്സിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇത് ലുലുവിലും നെസ്റ്റോയിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അത് കാണുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വാങ്ങി നോക്കി. അടിപൊളിയാണ് സാധനം, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളൊരു 2-3 പപ്പടം കൂടെ ഫ്രൈ ചെയ്യാമെന്ന്. ഞാൻ ആദ്യമൊക്കെ ഈ പപ്പടം ഫ്രൈ ചെയ്യുമ്പോൾ ഇത് ഒരു 6 കഷ്ണം അല്ലെങ്കിൽ 8 കഷ്ണമൊക്കെ ആയിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ കുഴിയുള്ള ചട്ടിയില്ലേ അതിലിട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ഇതിന് ഒരുപാട് എണ്ണേണ്ട ആവശ്യമില്ല, അതുപോലെ പരന്ന ചട്ടി മതി ഇത് ഫ്രൈ ചെയ്യാനാണ്. അപ്പം അതിന് ശേഷം ഞാനിത് ഇങ്ങനെ ആട്ടോ ഫ്രൈ ചെയ്യുക. ഒരു ഫ്രൈങ് പാനിൽ പരന്നൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് സുഖമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്ന് എണ്ണയിൽ തട്ടണമെന്നേ ഉള്ളൂ, അല്ലാണ്ട് ഇത് മുങ്ങിപ്പൊരിയാനോ അല്ലെങ്കിൽ ഇത് പൊള്ളി വരുമൊന്നുമില്ല ഈ പപ്പടം. അപ്പം ഞാൻ ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഇതൊരു ചപ്പാത്തീൻ്റെയൊക്കെ ഒരു വലുപ്പത്തിലുള്ള അത്രയും ഒരു സൈസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 എണ്ണം ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരാൾക്ക് 1 തന്നെ ധാരാളം കേട്ടോ. നമ്മൾ 2 പേരും കഴിച്ചിട്ടും വീണ്ടും ഒരു പപ്പടം ബാക്കിയായിരുന്നു. അങ്ങനെ അത്യാവശ്യം നമുക്ക് ഉച്ചക്കത്തേക്കുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ സാധനങ്ങളും ടേബിളിൽ സെറ്റ് ചെയ്തു. ശരിക്കും 1 മണിക്കൂർ കൊണ്ട് തീരേണ്ട കുക്കിംഗ് ആയിരുന്നു. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു 2-2.5-3 മണിക്കൂർ എടുത്തു. കാരണം ഞാനിതൊക്കെ ഷൂട്ട് ചെയ്യണോണ്ട് ഒരുപാട് ടൈം എടുത്തുട്ടോ കിച്ചൻ്റെ അകത്ത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ, അടിപൊളിയാണ്. അതുപോലെ ഈ സാലഡും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഒരുപാട് പേര് നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട്. അപ്പോൾ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും നിങ്ങളൊരു അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കമൻറ്റ്സ് കാണുമ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെ. അപ്പം മറക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം. ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. Bye bye.
ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.